ഹലോ ഗുഡ് ഡാഗ്. അപ്പോൾ ഇപ്പം ഞാനുള്ളത് മലയാറ്റൂരാണ്. സോ ഇപ്പം മലയാറ്റൂർ കയറി നിൽക്കണേ. അപ്പോൾ ഇനി നമ്മൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ അതിനു മുമ്പ് മലയാറ്റൂരത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. നമ്മളെ ഒരു 6 മണിയായപ്പോൾ തന്നെ വന്നു. സാധാരണ മലയാറ്റൂർ എല്ലാവരും രാത്രിയാണ് കയറുക, കാരണം രാത്രിയിലത്തെ കാഴ്ച മനോഹരമാണ്. പക്ഷെ അതിലേറെ മനോഹരമാണ് പകലിലെ മലയാറ്റൂരിലെ കാഴ്ച. ഞാനും ഡെന്നീസും കൂടെ ഇന്നലെ ഏകദേശം ഒരു 8 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. ആദ്യം ഞങ്ങൾ കനകമല കയറി. കനകമല കയറിയതിന് ശേഷം ഞങ്ങൾ അന്ന് തന്നെ, അതായത് ഒരു 11 മണിക്ക് ശേഷം കനകമലയിൽ നിന്ന് ഇറങ്ങി നേരെ മലയാറ്റൂരിലോട്ട് യാത്ര തിരിച്ചു. അങ്ങനെ ഇന്ന് പുലർച്ചെ ഏകദേശം ഒരു 6 മണിയോടുകൂടെ നമ്മൾ മലമുകളിൽ എത്തുകയും ഒരു 7 മണിയായപ്പോൾ കുർബാന കണ്ടു. അതായത് പെസഹ കുർബാന ഞാൻ ആദ്യമായിട്ട് മലയാറ്റൂർ മലയിലാണ് കണ്ടത്. ഇതാണ് മലയാറ്റൂർ മുകളിലത്തെ കാഴ്ച. നമുക്ക് തിരിച്ചിറങ്ങാം. പരിചയമുള്ള ഒരാളെ കിട്ടി, നിഖിലേട്ടൻ. എന്തെങ്കിലും പറയും. എന്തുണ്ട്? ഒരുപാട് സന്തോഷം. ഇത് എനിക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ജിൻസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ അവനെ കാണുന്നത് മലയാറ്റൂർ വെച്ചിട്ട്. ഒരുപാട് നാൾക്ക് ആഗ്രഹമാണ്. ഞങ്ങൾക്കൊരു യൂട്യൂബ് കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട്, പക്ഷേ ആരും കേൾക്കാത്തൊരു കമ്മ്യൂണിറ്റി ഇതാണ്. പക്ഷെ എന്തെങ്കിലും അതൊക്കെ ഒരു വൈറലാവും. അത് ആക്ച്വലി നമ്മൾ അധികം പുറത്തു വിടാത്ത, നമുക്ക് ഉള്ള ആൾക്കാർ നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാർ. അതാണ് സംഭവം. ഡെന്നീസിനെ ആരാന്ന് കത്തിയിട്ടില്ല കേട്ടാ. ഇടയ്ക്ക് ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവണം, എന്നാലേ കിട്ടൂ. അപ്പൊ എന്തായാലും ഒരുപാട്. അപ്പൊ എല്ലാവർക്കും എന്താ പറയാ, നമ്മുടെ ദുഃഖ വ്യാഴാഴ്ച മലയാറ്റൂർ മല കയറാൻ വേണ്ടി വന്നത്. ഞാൻ ഏകദേശം ഒരു 9 വർഷമായി ഇവിടെ മല കയറിയിട്ട്. അപ്പോൾ 9 വർഷത്തിന് ശേഷം മല കയറിയപ്പോൾ ആദ്യമായിട്ട് കണ്ട നല്ലൊരു സന്തോഷം ജിൻസിനെ കാണാൻ പറ്റിയെന്നുള്ളതാണ്. പിന്നെ അതുകൂടാണ്ട് ഇതിനോടൊപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ജിൻസിന്റെ വ്ളോഗ് ചാനലും ഇൻസ്റ്റാഗ്രാമൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക, അവനെ സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല കണ്ടന്റ് നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ജിൻസെ. താങ്ക് യു സോ മച്ച്. ഈ നിഖിലേട്ടൻ ഒരു വ്ളോഗറാണ്. ഏറെ നാളത്തെ പരിചയം ഉണ്ടെങ്കിൽ പോലും നമ്മൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമുക്ക് ആളെ നേരിട്ട് കാണാൻ സാധിച്ചത്. അപ്പം തന്നെ ഞാൻ വ്ളോഗിക്ക് കൊണ്ടുവരായിരുന്നു. ഇതാണ് നമ്മുടെ ആനകുത്തിയ പള്ളി. അതിൻ്റെ ഒരു ചുമര് മാത്രമേ ഉള്ളൂ പഴയത്, ബാക്കി എല്ലാവരും പുതുക്കി പണിതാണ്. ഇതാണ് പാറയുടെ മലയുടെ മുകളിലുള്ള വ്യൂ. എന്താടാ? ഇതാണ് ആ പള്ളിയുടെ ഫ്രണ്ട് ഭാഗം കേട്ടോ. ഇപ്പുറത്ത് 1-2 പള്ളിയുണ്ട്. ഇവിടെയാണ് തോമസ് ലീഹയുടെ കാൽപാദം പതിഞ്ഞ സ്ഥലം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് കയറി വന്ന സമയത്ത് വെയിൽ കണ്ടിട്ട് പോലും ഇല്ല. തിരിച്ചിറങ്ങുമ്പോൾ നല്ല ചൂട്. അതെ, തിരിച്ചിറങ്ങുമ്പോൾ അത് മാത്രമേ ഉള്ളൂ. എൻ്റെ ആ വസ്തു ഒന്ന് ആലോചിച്ച് നോക്കണം. തോമസ് ലീഹയുടെ കാൽപാദം പതിഞ്ഞ സ്ഥലത്തുനിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഉള്ള ഒരു പാറയാണിത്. ഈ പാറയിൽ നിന്ന് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരം എന്നേ പറയാനായിട്ട് പറ്റുള്ളൂ. ഭയങ്കര രസമായിട്ടുള്ള വ്യൂ ആണ് ഇത്. കുറച്ച് അവിടെ നിന്ന് നമുക്ക് ആസ്വദിക്കാനൊക്കെ പറ്റും. പക്ഷേ സൂക്ഷിച്ചും കണ്ട് നിന്നില്ലെങ്കിൽ, ഇവിടെ വേണ്ട ഡേഞ്ചർ ഏരിയ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ സൂക്ഷിച്ചും കണ്ട് നിന്നില്ലെങ്കിൽ 2x വരെ ഇതിൽ പോവും. അപ്പോൾ സൂക്ഷിച്ചും കണ്ട് നിന്നില്ലെങ്കിൽ മലയാറ്റൂർ വന്ന് ദുഃഖ വെള്ളിയാഴ്ച നമുക്ക് പോവാം. ഗൈസ്, നമ്മളെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്തൂടെയാണ് നോർമലി നടക്കുക. അവിടെയാണ് കുറച്ചും കൂടെ പാറയുള്ളത്. ഇപ്പുറത്ത് കുറച്ചും കൂടെ സോഫ്റ്റ് വഴിയാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കിയ സമയത്ത്, ചുമ്മാ ഒന്ന് അടിക്ക് നോക്കിയ സമയത്ത് 1-2 കുപ്പിച്ചില്ല് കണ്ടു. ഞാൻ വിചാരിച്ചു 1-2 കുപ്പിച്ചില്ലല്ലേ. പക്ഷെ അതല്ല, ഇവിടെ 1-2 കുപ്പിച്ചില്ലല്ല. അത് നോക്കി അത് തന്നെ ഇവിടെയൊക്കെ ഈ സാധനം കാണാം. അപ്പോൾ നിങ്ങൾ ഇതിൽ കൂടെ
ഇതിൽ കൂടെ നടക്കുമ്പോൾ എന്തായാലും സൂക്ഷിക്കുക. കൂടെയുള്ള ഒരുത്തുണ്ട്, അവനോട് ഞാൻ കാര്യം പറഞ്ഞു, എന്നിട്ടും അവൻ ഷൂസ് ഇടുന്നില്ല. ഞാൻ എന്തായാലും ചെരുപ്പ് ഇട്ടെടുത്തു. ഇതൊന്നും അങ്ങനെ കയറണം എന്നില്ല, പക്ഷെ എന്നാലും ഒരു പ്രിക്വേഷൻ എന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞതാണ്. നിറച്ച് എൻ്റെ സംശയം അതല്ല, എൻ്റെ സംശയത ഇത്രയേ ഉള്ളൂ, ഇവിടെ ഇങ്ങനെ ഇത്ര പേർക്ക് കുപ്പിച്ചിൽ വന്നു. നിങ്ങൾക്ക് വല്ലതുണ്ടോ? ചിലപ്പോഴേ ഓ അതായതേ എന്നാലും ഇത്ര ടാറിട്ട പോലെ ഇങ്ങനെ വരുമോ? ഒന്നെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം എന്താ പറയുക, മറ്റേ ഈശോയുടെ പീഡാസഹനം പോലെ അനുഭവിച്ച് കയറാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇട്ടതാണോ? ഇച്ചിരി ഓവറല്ലേ അത്? ഇത്ര പറയുള്ളൂ, സൂക്ഷിക്കുക. ആരും വന്നാലും സൂക്ഷിക്കുക. നമ്മൾ ഒരാളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പണി കിട്ടിയോ, പണി കിട്ടാണ്ടിരിക്കാൻ നമ്മളാണ് സൂക്ഷിക്കേണ്ടത്. ഗൈസ്, നമ്മളിതേ അങ്ങനെ മല ഇറങ്ങി അവിടെ നിന്നാണ്. അപ്പോൾ മല ഇറങ്ങി ഞങ്ങൾ 2 പരിപാടി ഇരിക്കുകയാണ്. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കഞ്ഞിയുണ്ട് കേട്ടോ. എവിടെയെന്നറിയോ? അവിടെ കഞ്ഞി സംഭവങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കാൻ പറ്റുന്നു അത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കാനുള്ള പരിപാടിയിലാണ്. പോവാം നമുക്ക്. ലെറ്റ്സ്. നമ്മുടെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുന്നു, പോകുന്നു. അപ്പോൾ അതെ, ഇതാണ് നമ്മൾ മറ്റേ മലയാറ്റൂരിൻ്റെ അടിഭാഗം. ഇവിടെ നിന്ന് തൊട്ട് നമ്മളങ്ങനെ കയറി തുടങ്ങും. ഇനി നമ്മൾ ഏത് വഴിക്കാണ് പോവുക? ആ വഴിക്കോ? ആ വഴിയാണ് വന്നത്. അപ്പോൾ നമ്മൾ ആ വഴിക്ക് പോകും. ഇങ്ങനെ ഡെന്നീസ് നമ്മുടെ വാഹനം കണ്ടുപിടിച്ചിരിക്കുകയാണ്. അവൻ്റെ വാഹനമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും. നമ്മൾ ഏറ്റവും വരുന്ന വഴിക്ക് തന്നെയാണ് നമ്മളെ വണ്ടി വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പം ഇല്ല. ദേ അവിടെ നമ്മുടെ വണ്ടി ഇരിക്കുന്നുണ്ട്. അത് തന്നെ. അപ്പോൾ ഡെന്നീസ് അതിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ നക്ഷത്ര തടാകം. നമ്മളാദ്യം വിചാരിച്ചത് ഇവിടെ മറ്റേ അപ്പുറത്ത് മറ്റേ ആദ്യത്തെ അടിവാരം പള്ളിയിൽ പുഴയിൽ പോയി കുളിച്ചിട്ട് വീട്ടിൽ പോകാമെന്നാണ്. പക്ഷേ ഒട്ടും സമയം കളയാണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ പറ്റും അത്രയും പെട്ടെന്ന് നമ്മൾക്ക് വീട്ടിലെത്തലാണ് പരിപാടി. അതായത് ഇന്നലെ നമ്മൾ ഏകദേശം ഒരു 7, 8, 8:30, 9 മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ കനകമല പോയി കനകമല കയറി ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ ഏതോ ഒരു സ്ഥലത്ത് കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് കയറിയപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്താണ് എന്നാൽ പിന്നെ നമുക്ക് വ്ളോഗ് എടുക്കാം. അപ്പോഴാണ് ഓക്കെ എടുത്തേക്കാം എന്ന് ഞാൻ വിചാരിച്ചത്. കാരണം ഇതിനു മുമ്പ് ഞാനൊരു വട്ടം വന്നിട്ട് ഇതുപോലെ വ്ളോഗൊക്കെ ഒരു അടിപൊളിയായിട്ട് ഇങ്ങനെ വ്ളോഗൊക്കെ എടുത്തതിന് ശേഷം ഞാൻ പോണ വഴിക്കാണ് ആക്സിഡൻറ്റ് പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാനേ പറ്റിയില്ല. പിന്നെ ഏകദേശം ഒരു 5 മാസം കഴിഞ്ഞിട്ടാണ് ആ സാധനം ഇട്ടത്. ദുഃഖവെള്ളിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനങ്ങ് മുതിരാത്തത്. ഓക്കെ. ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലമാണ്. കാരണം ഞാൻ ഒരു കുപ്പി വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാണ്. 3 കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട്. ആരായാലും ഒരുപാട് താങ്ക് യു. ഓക്കെ. നമ്മളെ മലയാറ്റൂർ ഇങ്ങനെ കയറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാക്കി ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഇത് എന്നിട്ട് അവൻ പോവാൻ നിൽക്കുകയാണ്. ഓക്കെ, ബൈ.